ലോകമാസകലം ഒരു ഭൂകമ്പം ഉണ്ടായാൽ വഴിയരികിൽ വീടുന്നവന്റെ ഡെഡ് ബോഡി എവിടെങ്കിലും കൊണ്ട് കുത്തിത്താക്കുന്ന ഒരു കാലം വരാറായി. അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിലേക്ക് ഒരു വിമാനം വരണമെങ്കിൽ 9000 കിലോമീറ്റർ വേണം. ഇന്ത്യയിൽ നിന്ന് ദാണ്ട് നേരെ ഇവിടുന്ന് കോഴിക്കോട് നിന്നോ കരിപ്പൂരോ പോണേ 5800 കിലോമീറ്റർ വേണം. ഇന്ത്യക്കാരൻ ചെല്ലാൻ പറ്റുമോ? ഇല്ല. അമേരിക്കക്കാരൻ ചെല്ലാൻ പറ്റുമോ? പറ്റത്തില്ല. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ഏഷ്യാവിൻ്റെ മക്കൾ, ഇന്ന് ലോകത്തിലെ 2ാമത്തെ സൈനിക ശക്തി റഷ്യ, അവൻ്റെ കൂടെ കൊറിയ, അവൻ്റെ കൂടെ ചൈന, ഇവരെല്ലാം കൂടി ഇസ്രയേലിൻ്റെ വളയും അമ്മാമ്മേ. അതിൻ്റെ പ്രത്യേകത അയോണ്ടോം അനങ്ങത്തില്ല, ഡേവിഡ് സ്ലിംഗ് അനങ്ങത്തില്ല, അത് കഴിഞ്ഞ് ആരോ മിസൈൽ അനങ്ങത്തില്ല, സ്പാരോ മിസൈൽ അനങ്ങത്തില്ല, അവൻ്റെ ബറാക്ക് മിസൈൽ അനങ്ങത്തില്ല. നാടൻ ഭാഷയെ പറഞ്ഞാൽ അവൻ ഞെരുങ്ങും അച്ചായ ജേക്കബ് പാസ്റ്റർ സ്വോത്രം. അതാ സൈന്യങ്ങൾ യെരുശലേമിനെ വളയുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തുപോയി. അന്നൊരു സംഭവം നടക്കും. അതിനു മുമ്പ് നമ്മുടെ നിലമ്പൂരിൽ ഒരു സംഭവം നടക്കും. അതിനുവേണ്ടി പ്രസംഗം വായിക്കുക. സെക്കരിയ പ്രവചനം 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. അന്നാളിൽ ഞാൻ യെരുശലേമിന്റെ നേരെ വരുന്ന, ഒരിക്കൽ കൂടി അന്തിമയുദ്ധ യെരുശലേമിലേക്ക് വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. കർത്താവിന്റെ ദിവസം വരാൻ പോവാ. ഡേ ഓഫ് ലോർഡ്. അടുത്ത വാക്ക്, ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അവൻ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുമെന്ന്. സന്തോഷമില്ലല്ലോ? കുവൈറ്റ് യുദ്ധം വന്നപ്പോ നിലമ്പൂരി എന്തോ ഒരു നിലവിളിയായിരുന്നു. സന്തോഷമില്ലല്ലോ? ഇപ്പോഴും നിലവിളിച്ചു. പ്രശ്നങ്ങളൊക്കെ ഭയങ്കര രൂക്ഷാ. നാളെ കൂടെ നോക്കാം. ട്രംപ് ചൈനയിൽ വന്നിട്ട് ഒരു കരാർ ഉറപ്പെടണമെന്ന് ഞാനും പ്രാർത്ഥിക്കുക. വെടിനിർത്തൽ തീരാൻ. സന്തോഷമില്ലല്ലോ? ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ടെർമിനേഷൻ. പെൺപിള്ളേർക്ക് സന്തോഷമില്ല. പണ്ടാരോ പാടികൾ എനിക്ക് ഉണ്ടേൽ എന്താ, എനിക്കില്ലേൽ എന്താ, എൻ്റെ അച്ചായം ഗൾഫിലാണെന്ന് സ്വോത്രം. ടെർമിനേഷൻ ആണെന്ന് നാട്ടിൽ വരും. 50% UAE ഫാമിലികൾ മുഴുവൻ പോയി. സ്വോത്രം. ഇവിടെ ബിസിനസ് എല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ. നിങ്ങൾക്ക് അറിയത്തില്ല. ഒരു കുവൈറ്റ് യുദ്ധം വന്നതുപോലെ മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചോണം. ദാ കിടക്കുന്നു. ഇസ്രയേലിൻ്റെ അയൺഡോമൊന്നും അനങ്ങത്തില്ല. അതാ അവർ നിലവിളിക്കാൻ തുടങ്ങും. പാളയത്തിനകത്ത് ദൈവം അവരെ കൈവിടുമോ? എന്നിട്ട് ആദ്യജാതനെ ചൊല്ലി വായിച്ചോട്ടെ മോളെ. അതിന്റെ മുമ്പ് ആദ്യജാതനെ ചൊല്ലി വായിച്ചാട്ടെ. അതിന്റെ മുമ്പിലത്തെ വാക്യം വായിച്ചാട്ടെ. കുത്തിയവന്റെ മുമ്പിലേക്ക് അവരെന്താ ആദ്യജാതനെ ചൊല്ലി ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. അവിടെ മോളെ, ആ ഏകജാതൻ, ആദ്യജാതൻ. നമ്മുടെ വീട്ടിനകത്ത് ഒരു കുഞ്ഞിന്, മൂത്ത കുഞ്ഞിന് രോഗം വന്ന അപ്പച്ചനും അമ്മച്ചിയും പായിരുന്ന് കരയും, കർത്താവേ ഞങ്ങൾക്ക് ആദ്യം തന്ന കുഞ്ഞാന്നേ ദൈവമേ, കുറച്ച് ആയുസോടെ കൊടുക്കണമെന്ന്. അതുപോലെ യഹൂദൻ കരയുന്നൊരു ദിനം വരും. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനം കുത്തിയവങ്കലേക്ക് വായിച്ചിട്ട് മോളെ. ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ മൂത്ത കുഞ്ഞിനെ കുറിച്ച് നിലമ്പൂര് വലിയ രോഗം വരുമ്പോ അപ്പനും അമ്മയും പായിട്ട് കരയും. സഭയ്ക്കകത്ത് പ്രാർത്ഥന, ഇടിവിൽ നിന്ന് പ്രയർ ഗ്രൂപ്പിലും പ്രാർത്ഥിക്കും. അതുപോലെ യഹൂദൻ കരയും. അടുത്തത് അവർ അവനെ കുറിച്ച് വ്യസനിക്കും. അടുത്തത് അവർ അടുത്ത വാക്ക്, അന്നാളിൽ മെഗിദ്ദോ താഴ്വരയുള്ള അതിന്റെ മേളിൽ അവർ കുത്തിയവങ്കലേക്ക്. ഏത് വാക്കാത്? തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലേക്ക് അവർ നോക്കും. കരമുയർത്തുന്നവർക്കായി തങ്ങൾ കുത്തിയിട്ടുള്ളവലേക്ക്. ഇതാ നമ്മുടെ പ്രസംഗത്തിന്റെ കാതലായ. ഗദസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി പീലാത്തോസിന്റെ അരമനയിൽ വെച്ച് യഹൂദൻ നിലവിളിച്ചു. മത്തായി 27-25 ആദ്യ ദിവസം അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്നു ഭവിക്കട്ടെ. അമ്മാമ്മ ഇത് കേട്ടാട്ടെ. യഹൂദൻ കുത്തിയവങ്കിലേക്ക് നോക്ക്. പച്ച പൈൻമരത്തിന്റെ കുരിശിനകത്ത് ലംബം തിരച്ചീര, 156 മുള്ളുള്ള കിരീടം, 39 അടികൾ. എന്താ സംഭവിച്ചത്? ഒരു സൈന്യാധിപൻ കുന്തമെടുത്തു. യേശു നിലവിളിച്ചു, ഏലീ ഏലീ ലമ്മാ ശബത്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എന്റെ മുഖരോമങ്ങളെല്ലാം പിച്ചിച്ചീന്തി സകലത് നിവർത്തിയായി ടെറ്റലസ്റ്റായി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളിയുടെ കയ്യിൽ കൊടുത്തു, ചങ്കിനകത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളവും അടിക്കെങ്കിൽ യഹൂദൻ ആ കുത്തിയവങ്കിലേക്ക് നോക്കുന്നതിന് മുമ്പ്
നിലമ്പൂരിൽ അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കരമുയർത്തുന്നവർക്കായി എന്റെ കാന്തൻ മടങ്ങി വരാറായി. കൺവെൻഷൻ കൂട്ടങ്ങളുടെ മൂന്നാമത് രാത്രി, ഒരു രാത്രി കൂടി. കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ജീവന്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, നിത്യതയിലെത്തിക്കുന്ന വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി കേട്ടിട്ട് അധിക ദിവസം ഇനി കാലം മുമ്പോട്ടില്ല. കാറിനകത്ത് കയറി കമ്പ്യൂട്ടർ ഞെക്കി ഐസ്ക്രീമും അൽബകാമും കുഴിമന്തി നിന്ന് ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കേണ്ട. ഇന്നുള്ള ആകാശവും ഭൂമി ദൈവം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട അന്ത്യകാലമാ. അവർ കുത്തിയവങ്കിലേക്ക് നോക്കും. സ്വന്തം ജനത്തെ കൈവിടുമോ? പൗലോസ് പറയുന്നുണ്ട്, ഞാനും ഒരു എബ്രായൻ. അപ്പോൾ യഹൂദന്റെ കണ്ണുനീരിന് വേണ്ടി ദൈവം ഒരു വഴി തുറക്കും. വായിക്കാം സക്കറിയ പ്രവചനം 13:1. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും, നമുക്കല്ല ദാവീദ് ഗൃഹത്തിലും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. യഹൂദന്റെ നിലവിളിക്ക് ഉറവ തുറക്കുക. ഇന്ത്യക്കാരെയാ. സ്വന്തം ജനത്തെ അവൻ കൈവിടുമോ? ഇല്ല. പൗലോസ് പറഞ്ഞു, ഞാനും ഒരു എബ്രായൻ. അങ്ങനെയെങ്കിൽ കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് യേശുവിന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടാൻ പോകുന്നു. പ്രസംഗം അവസാനിക്കത്തില്ല. 4 കാര്യം കൂടെ പറയുമ്പോൾ കറക്റ്റ് ടൈം, ആക്യുറേറ്റ് ആയി. പ്രസംഗം തീരുന്നതുമില്ല. എസെക്കിയേലിന്റെ ഒരു ഭാഗമേ ഈ രാത്രി പറയത്തുള്ളൂ. സക്കറിയാവിന്റെ എത്ര ഭാഗം കിടക്കുന്ന മുൻപോട്ട്, തേർഡ് വേൾഡ് വാർ, ആഫ്റ്റർ എഫക്ട്. അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കുന്നത്? യഹൂദന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ഉറവ തുറക്കും. അവർ കുത്തിയങ്കലേക്ക് നോക്കും. നാദാ തെറ്റിപ്പോയി മശിഹായേ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ആ പടക്കൂട്ടങ്ങൾ ഞങ്ങൾക്കെതിരെ പാഞ്ഞെടുത്തിരിക്കുന്നു. ഞങ്ങൾ തകരാൻ പോകുന്നു. അന്ന് അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടാൻ പോകുന്നു. ഇന്ന് രാത്രി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ഉറവ തുറന്നു കൊടുക്കുക. നമ്മുടെ ദൈവമാരാ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി ഇവിടെ നിലമ്പൂരിൽ അനവധി ആശുപത്രികൾ, DDRC മെട്രോ സ്കാൻസ്, അവിടെ എന്തൊക്കെ ചെക്ക് ചെയ്യും? പല്ല് ചെക്ക് ചെയ്യും, കണ്ണ് ചെക്ക് ചെയ്യും, കാല് ചെക്ക് ചെയ്യും, ബ്ലഡ് ചെക്ക് ചെയ്യും, തലമുടി ചെക്ക് ചെയ്യും, DNA എല്ലാ ടെസ്റ്റും എടുക്കും. കണ്ണുനീര് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കരമുയരുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലാഭമുണ്ട് സഹോദര, സിസ്റ്റർ, ബ്രദർ. അതാ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും, ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ തുണയരലും വൻകിരിയിൽ. സന്തോഷമില്ലല്ലോ? ഇസ്രായേലിന്റെ നാഥൻ മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല. ഞായറാഴ്ച ചർച്ചിനകത്ത് പാടും, ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ. കരം ഉയർന്നില്ലല്ലോ. ഇന്ന് രാത്രി എന്താ അതിന്റെ സന്തോഷമെന്നറിയാം? യഹൂദന്റെ നിലവിളിക്ക് മുമ്പിൽ ഒരു സംഭവം നടക്കും. അവന്റെ കണ്ണുനീരിന് മുമ്പിൽ സ്വർഗത്തിന്റെ കരമിറങ്ങി വരും. എന്താ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ഒരുവനുണ്ടായിരുന്നു, മോശ. കരമുയരുന്നില്ലല്ലോ. ഇസ്രായേൽ പാളയത്തിനകത്ത് എബ്രായ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ പദ്ധതി വെച്ചു. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. അമ്മയും പെങ്ങളും കുറെ ദിവസം മോശയെ വളർത്തി. പിന്നത്തതിൽ മോശയുടെ പ്രത്യേകത എന്താ? കുഞ്ഞു വളർന്ന് ലാളാ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാർ പിടിച്ചവനെ ശരിയാക്കും. അപ്പൊ അമ്മയും കുഞ്ഞും കൂടെ, ഈ മോശയുടെ അമ്മയും പെങ്ങളും കൂടെ നല്ലൊരു ഞാങ്ങണപ്പെട്ടി പണിഞ്ഞു. പശയും കീലും തേച്ചു, മുലപ്പാൽ കൊടുത്തു. എവിടെ കൊടുത്തു? കുഞ്ഞിനെ എവിടെ കൊടുത്തു? നൈൽ നദിക്കകത്ത് ഒഴുകി വിട്ട് എവിടെങ്കിലും പോയി രക്ഷപ്പെടാൻ. എന്നാൽ അമ്മയും പെങ്ങളും പ്രാർത്ഥിച്ചു. കുഞ്ഞ് ഉറങ്ങി കിടക്കും. അമ്മച്ചി, സഹോദര ഇത് കേട്ടാട്ടെ. നൈൽ നദിക്കകത്ത് പെട്ടകം ഇങ്ങനെ തിരമാലയും വെള്ളത്തിനകത്ത് ആഞ്ഞപ്പോൾ മോശ ഒന്ന് കരയാൻ തുടങ്ങി. ചുറ്റുമിരുട്ട. അവന്റെ കണ്ണുനീര് വീണപ്പോൾ സ്വർഗത്തിന്റെ ക്യാമറ ഫറവോന്റെ കൊട്ടാരത്തിൽ. കരമുയർത്തുന്നവർക്കായി വാഗ്ദത്തമുള്ളവന്റെ നിലവിളി ഇറങ്ങിയാൽ സ്വർഗത്തിന്റെ കരം കൊട്ടാരത്തിനകത്ത് ഇറങ്ങും. ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുത്തുകൊണ്ട് പോകാവൂ. മോശയെ നിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. എന്താ അമ്മാമേ? 40 വർഷം ഇവിടെ ഫറവോന്റെ കൊട്ടാരത്തിൽ 40 വർഷം അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കണം. അമ്മാമേ, 40 വർഷം ഇസ്രായേൽ ജനത്തെ അവൻ നടത്തണം. 120 വയസ്സ് കഴിയുമ്പോൾ അവന്റെ കയ്യിൽ ഒരു അഭിഷേകത്തിന്റെ വടി കിട്ടാൻ പോവുക. കരമുയർത്തുന്നവർക്കായി വാഗ്ദത്തത്തിന്റെ വടി. അത് പിടിച്ചിട്ട് വേണം ചെങ്കടൽ വിഭജിക്കുക. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി വാഗ്ദത്തമുള്ളവനെ തകർക്കാൻ ഒരു ചെങ്കടലിന് കഴിയത്തില്ല. വാഗ്ദത്തമുള്ളവനെ തകർക്കുവാൻ ഒരു നൈൽ നദിക്ക് കഴിയത്തില്ല. ഇന്ന് രാത്രി വചനം ഏറ്റെടുത്തുകൊണ്ട് വാഗ്ദത്തമുള്ള സഹോദരി, നിന്നെ തകർക്കാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. ഇന്ന് രാത്രി പറഞ്ഞ ക്യാൻസർ 4ാമത്തെ സ്റ്റേജ്. പാലിയേറ്റീവാര് നിന്നെ തള്ളി. RCCയുടെ വാതിലുകൾ നിന്റെ മുൻപിൽ അടഞ്ഞു. കോഴിക്കോട് BMH തള്ളി. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറഞ്ഞ ഈ പുസ്തകം എടുത്ത് ദൈവത്തെ ആരാധിക്കുക. ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ പിൻപിൽ ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് എന്റെ പ്രാർത്ഥനയുടെ മറുപടി എന്റെ പുരയ്ക്കകത്ത് തരുവോ? ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവം വിശ്വസൻ. കമോൺ, യേശുവിന്റെ നാമത്തിൽ നാളെ ഗ്രൗണ്ട് കാലിയ. കരമുയർത്തി പറയണ, ക്യാൻസർ അല്ല വലുത്,
സിസ്റ്റർ, ഇന്ന് രാത്രി പറയണ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കരം ഇന്ന് രാത്രി എന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അച്ചായ ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം അടിക്കുക. പെരിന്തൽമണ്ണ MES തള്ളു, മൗലാനായി മൽഷിബയും തള്ളു. അവര് പറയും അച്ചായൻ അനസ്തേഷ്യ കൊടുത്താൽ ഡെഡ് ബോഡി അടക്കി കൊണ്ടാ മതി. ഇന്ന് രാത്രി മൗലാനയുടെ വാക്കല്ല, MESന്റെ വാക്കല്ല, ഇന്ന് രാത്രി കരമുയർത്തി പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാവുന്നു? നീ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയപ്പോ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചപ്പോ, നിന്റെ തുണ്ട് പേപ്പർ വചനത്തിനകത്ത് എഴുതി വെച്ചപ്പോ, ദൈവദാസന്മാർക്ക് വേണ്ടി നീ ഇടിവിൽ നിന്നപ്പോ, നിന്നെ പറ്റി ദൈവത്തിനൊരു പ്രാർത്ഥന, നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ മറുപടി മടങ്ങി വരുന്നത് വരെ ഒരു ഹാർട്ട് അറ്റാക്കിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കരമുയർത്തുന്നവർക്കായി കമോ, പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറ്, കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി നിലമ്പൂരിലും എടക്കരയിൽ നിന്നെ വിളിച്ച ദൈവത്തിന്റെ ദയ, the kindness of the mercy of the God is never gone. കരം തട്ടി കർത്തർക്ക് മഹിമായി. ഇന്ന് രാത്രി സിസ്റ്റർ, സാധാരണ ദൈവത്തെ അല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. ആരാ നിന്റെ ദൈവം? നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് പിണ്ടാകാരമായിരുന്നപ്പോൾ അവന്റെ കണ്ണ് നിന്നെ ദർശിച്ചെങ്കിൽ, നിയമിക്കപ്പെട്ട നാളുകളിൽ നിനക്ക് വേണ്ടതല്ലോ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ, ഈ രാത്രി അച്ചായ ഇരിക്കുന്നത് അറിയുന്ന ദൈവം, നമ്മെ എഴുന്നേൽക്കുന്നത് അറിയുന്ന ദൈവം, ദൂരത്ത് നിന്ന് നിരൂപണങ്ങൾ ഗ്രഹിച്ചാക്കിയ ദൈവം ഇന്ന് രാത്രി ആകാശത്ത് കയറിയാലും അവന്റെ കരം തേടിയെത്തും. ഇന്ന് രാത്രി വയനാട് മുണ്ടക്കയും ചൂരമലയും തകരട്ടെ, പോത്തുകല്ലും ചാലിയാറും തകരട്ടെ. ഇന്ന് രാത്രി കീഴ ശാശ്വത ഭുജങ്ങൾ വച്ചവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കരം ഉയർത്തുന്നവർക്കായി നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും. അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. 40 ഡിഗ്രി സെന്റിഗ്രേഡ് ഇവിടെ ചൂട് വരട്ടെ, മാളത്തിലിരിക്കുന്ന പാമ്പറങ്ങട്ടെ. ഇന്ന് രാത്രി പറ, സിംഹത്തിന്മേലും ആണലുമേലും നീ ചവിട്ടും പെരുമ്പാമ്പിനെയും മരിച്ചുകളെ. കരമടിച്ച് കർത്തർക്ക് മഹിമായി. ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ സിംഹങ്ങളോട് ഇന്ന് രാത്രി ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്ത്. ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കുക. എന്നാൽ നിലമ്പൂരിൽ യഹോവയെ അന്വേഷിക്കുന്ന എനിക്കൊരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി കരമുയർത്തി അച്ചായ, അമ്മാമ്മയെ പഠിക്കുന്ന മോനെ മോളെ, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും. കരമുയർത്തുന്നവർക്ക് അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്. ഈ രാത്രി ദൈവകരം തീർന്നില്ല. അപ്പൊ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ മക്കളെങ്ങാനും ചാലിയാറ് കുളിക്കാൻ വരുമോ? സന്തോഷമില്ലല്ലോ. പിണറായി വിജയൻ സാറിന്റെ മക്കൾ വരുമോ? മൻമോഹൻ സിംഗിന്റെ മക്കൾ വരുമോ? വാഗ്ദത്തമുള്ളവന്റെ കണ്ണുനീര് സ്വർഗം കണ്ടപ്പോൾ പറവോന്റെ പുത്രിയെ കുളിക്കടവിൽ അയച്ചവനായ എൻ്റെ കർത്താവ് ഇന്ന് രാത്രി വിശ്വസിച്ചോണ്ടേ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങാവൂ. തിരുവചനം വായിക്കണം. കേരള യൂണിവേഴ്സിറ്റി പുസ്തകങ്ങൾ മൊത്തം ഞാൻ ചവച്ചു കുടിച്ചതാ. മാത്യു പാസ്റ്റർ, ഒരമ്മ സ്വന്തം കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ട് മാസാമാസം ശമ്പളം മേടിച്ചത് ഞങ്ങളുടെ ബൈബിളിനകത്ത്. കരമുയർത്തുന്നവർക്ക് അതുകൊണ്ട് പറയണം, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്തെ കൈവിടത്തില്ല. അന്നാളിൽ ഇതാ കാന്തന്റെ വരവ്. 4 വാക്യം വായിക്കുമ്പോൾ നിർത്താം. ശെഖരിയാ പ്രവചനം 14:4-5 ഇതുകൂടെ കേട്ടിട്ട് ഇന്ന് രാത്രി വായിച്ചോട്ടെ. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. അതാ ബ്ലസ്സിംഗ് പാട്. ഒലിവുമല ഒരുങ്ങി കഴിഞ്ഞു. പ്രാണപ്രിയൻ എവിടാന്നോ എന്തോ പാട്ടൊക്കെ പോയി. ഇപ്പൊ നമ്മുടെ പാട്ടെല്ലാം തീ പോലെ ഇറങ്ങണേ, കാറ്റ് പോലെ അടിക്കണേ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. തീയൊക്കെ ഇറക്കാം. വചനമില്ല, തീ ഇറക്കിയിട്ട് ഒരു കാര്യമില്ല. അയ്യോ, തീ ഇറക്കുന്ന ആൾക്കാരെ ഒന്നും വിളിക്കരുത്. ഡൽഹിയിൽ നിന്ന് പുരയിടം കൂടെ എഴുതി കൊടുക്കേണ്ടി വരും. പ്രാർത്ഥിച്ചോണ്ടാൽ മതി. പാസ്റ്റർമാർക്ക് പ്രത്യേക വാണി. ഇത്രയൊക്കെ കേട്ടാൽ മതി. സന്ദേശില്ല, മാറ്റി ചിരിക്കണ്ട. ഇതൊക്കെ പറയും. ഇങ്ങനെ കിട്ടുമ്പോഴേ അതുകൊണ്ടില്ലേ പാസ്റ്റർമാരുടെ അടുത്ത് ദൂരോട്ട് മാറിയിരിക്കുന്ന ഉടുപ്പേ പിടിക്കാതിരിക്കാം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അങ്ങനെയെങ്കിൽ ബാക്കി കൂടെ കേട്ടാട്ടെ. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. റിഫ്റ്റ് വാലി. അവിടെ നിൽക്കട്ടെ മോളെ. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഇന്ന് ഇസ്രായേലിന്റെ യെരൂശലേമിൽ പർവ്വതനിരയിൽ ഒരു റിസോർട്ടേ ഉള്ളൂ, 7 ആർച്ച് റിസോർട്ട്. എല്ലാവരും കേൾക്കണം. 2009 ബൈബിളും ചരിത്രവും. അതിനകത്ത് 2009 ഹിൽട്ടണ് ഷെറാട്ടനും വന്നു. ഏറിയൽ ഷാരോൺ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഞങ്ങൾക്ക് 100 വർഷത്തേക്ക് പാട്ടം തരണം, ഞങ്ങൾക്കൊരു റിസോർട്ട് പണിയണം. അപ്പൊ ഷാരോൺ പറഞ്ഞെടുത്തോളാൻ. നിലമ്പൂരിൽ വീട് പണിയാൻ അല്ല, നമ്മുടെ ഇവിടെ വീട്ടിക്കുത്ത് വീട് പണിയാൻ എന്ത് വേണം? ആശാരി, മേശിരി, ഇതൊക്കെ മതി. പക്ഷേ എടക്കരയും നിലമ്പൂർ വലിയ ബിൽഡിംഗ് പണിയാൻ പൈലിങ് ചെയ്യണം. മനസ്സിലാകുന്നവർക്കായി ഭൂമി
അപ്പൊ പൈലിങ് ചെയ്തപ്പോ ചെറുപ്പക്കാര് ഒരു കാഴ്ച കണ്ടു. ഒലിവുമല പിളർന്നിരിക്കുന്നു നെടുകെ. അവർ പറഞ്ഞ പൈസ മേടിച്ച് സ്ഥലം വിടാൻ. ഇന്ന് രാത്രി മൊബൈൽ ചെക്ക് ചെയ്യണം. ലോകത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി, ഭൂമിയുടെ ചരിത്രം അടുക്കി മൈനിങ് ജിയോളജി, ഭൂമിയുടെ സാൻഡ് പരിശോധിക്കുന്ന കമ്പനിയാ ഹാൽക്രോ. ലോകം മൊത്തം ഉണ്ടാവുമാര്. അവരെ വിളിച്ചു. അവരൊരു ക്യാമറ ഇട്ടു. ക്യാമറ ഇട്ടപ്പോൾ ദാ ഒലിവുമലയുടെ അടി മുരൾച്ച. അപ്പം പറയും പാസ് പറയുന്നത് ശരിയാണെന്ന്. നമ്മുടെ PCG ചർച്ച ഇച്ചിരി മേളിൽ നിൽക്കുക. ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ട് പാസ്റ്റ് ഒരു വയറ് കൊടുത്ത് ലാപ്ടോപ്പ് കൊടുത്താൽ റോഡേ പോകുന്ന എല്ലാവരെയും കാണാം. കര ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ, ക്ലിയർ ആക്കി തരാം. അങ്ങനെയെങ്കിൽ അതിട്ടപ്പോൾ ഒരു സംഭവമുണ്ട്. അവിടെ മുരൾച്ച. ക്യാമറയെ വലിച്ചൂരി അവർ സ്ഥലം കാലിയാക്കി. കാന്തന്റെ വരവിന് വേണ്ടി ഇന്ന് അവിടെ മുരൾച്ച തുടങ്ങി. ഇവിടെ നമ്മുടെ നിലമ്പൂരി കയ്യടി പോലും തുടങ്ങിയിട്ടില്ല. സ്വോത്രം. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. വലിയൊരു താഴ്വര. അതിന്റെ ബാക്കി മലയുടെ ഒരു പാതി 6000 കിലോമീറ്റർ ഭൂകമ്പം ഉണ്ടാവുമെന്ന് വായിച്ചട്ടെ. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ദാ കിടക്കുന്ന മലകളുടെ താഴ്വരയുടെ അവസാന ഭാഗം വാസൽ. എവിടെ മോളെ വാക്യം വായിച്ചാട്ടെ. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ മതി. സൗത്ത് ആഫ്രിക്കയിലെ മൊസാംബിക്ക് വരെ 6000 കിലോമീറ്റർ ഭൂമി പിളരും കാന്തന്റെ വരവിൽ. അപ്പൊ ഇസ്രായേൽ ദേശത്ത് ഒരു ഭൂകമ്പം നടക്കുമോ? 3 വാക്യം കൂടെ കഴിയുമ്പോൾ നിർത്താം. എസെക്കിയേൽ 38, 19, 20 വായിച്ചാട്ടെ. അന്നാളിൽ ഇസ്രായേൽ ദേശത്ത് നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകും. കരം ഉയരുന്നില്ലല്ലോ. ചെറിയ ഭൂകമ്പമല്ല. യേശുപ്പച്ചൻ പറഞ്ഞ എന്തുവാ? ഭൂകമ്പം, ക്ഷാമം. ഇത് എസെക്കിയേൽ ഗ്രേറ്റ് എർത്ത് 6000 കിലോമീറ്റർ വലിയ ഭൂകമ്പം. അടുത്ത വാക്ക് എന്നും ഞാൻ എന്റെ തീക്ഷ്ണതയിലും എന്റെ കോപാഗ്നിയിലും അരുളി ചെയ്തിരിക്കുന്നു. TPM-ന്റെ പെയ്ത്തവും ചക്കാലക്കുത്ത് പോത്തുകല്ല്. നിലമ്പൂരിൽ TPM-ന്റെ മുമ്പിൽ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഡേ ഓഫ് ലോഡ്, കുഞ്ഞാടിന്റെ കോപ ദിവസം. കര ഉയരുന്നില്ല ജയ. ബാക്കി TPM-ന്റെ ഒരു വാക്ക് കൂടെ പറഞ്ഞിട്ട് 2 കാര്യം പറഞ്ഞ് ഇന്ന് നിർത്താം. അടുത്ത വാക്ക് അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും എല്ലാ കപ്പൽ പടയും തകരും ഈ ഭൂകമ്പത്തെ. സമുദ്രത്തിലെ മത്സ്യം, ആകാശത്തിലെ പറവയും. മോളെ, അയിലേം ചാളയുമല്ല, സമുദ്രത്തിനകത്ത് സുനാമി വരും. കപ്പലുകളെല്ലാം മറിയും. ആകാശത്തിലെ പറവ, പരുന്തും കഴുകനുമല്ല, സകല വിമാനങ്ങൾ താഴെ പതിക്കും ഭൂകമ്പത്തിൽ. റൺവേ എല്ലാം കട്ടായി പോകും. അടുത്തത് കാട്ടിലെ മൃഗവും. കാട്ടിലെ മൃഗം ആ കടുവായും പുലിയല്ല, സകല തീവ്രവാദികളും IS മാവോയിസ്റ്റുകളും എല്ലാം കാട്ടിൽ നിന്ന് പുറത്തിയാടും. അടുത്തത് നിലത്തിഴിയുന്ന ഇഴജാതിയൊക്കെയും BSF CISF പട്ടാളക്കാരെ ഈ ഭൂകമ്പത്തിൽ കിടങ്ങിനകത്ത് വീഴും. ചേരയും പമ്പും അല്ല, നിലത്തിഴിയുന്ന ഇഴജാതികളും. അടുത്ത വാക്ക് ഭൂതലത്തിലെ സകല മനുഷ്യരും എന്റെ സന്നിധിയിൽ വിറയ്ക്കും. കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിന്റെ കോപ ദിവസം, ഡേ ഓഫ് ലോർഡ്. അത് കണ്ടിട്ട് ആമോസ് പ്രവാചകൻ ഒരു വാക്കെഴുതി. വായിക്കാം. ആമോസ് 4:12. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തുന്നവർക്കായി കൺവെൻഷനകത്ത് നോട്ടീസ് വെച്ചിട്ട് കാര്യമില്ല. ഇതാ ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ രാത്രി ഒരിക്കൽ കൂടി 2 കാര്യം പറഞ്ഞ് നിർത്താം. സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് സഭയെ ഞാൻ കാക്കും. കരമുയരുന്നില്ലല്ലോ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി. ആരെ ചേർക്കുവാൻ? രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങിസ്ഥാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ കാന്തൻ മടങ്ങി വരും. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 കാര്യം കൂടെ പറയാം. ബാക്കി മറ്റൊരിക്കൽ ഒരു 4-5 മിനിറ്റ് സമയം, പിന്നെ പാട്ടും പാടുന്ന 2 കാര്യം പറയാനുണ്ട്. അതിനുശേഷം എന്താ ഈ ഭൂകമ്പത്തിൽ എന്ത് നടക്കും? ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു 1945 ഓഗസ്റ്റ് 6-8 ഹിരോഷിമ നാഗസാക്കി പാലത്തിൽ നിന്ന് വീണവനെ പിടിക്കാൻ കയറിറക്കിയപ്പോൾ റേഡിയേഷൻ. അങ്ങനെയെങ്കിൽ ലോകമാസകലം ഒരു ഭൂകമ്പം ഉണ്ടായാൽ നിലമ്പൂർ എന്ത് നടക്കും? വായിക്കുന്നു. എസെക്കിയേൽ 39, 14, 15 വാക്യങ്ങൾ. ദേശമെല്ലാം വെടിപ്പാകേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. ഡെയിലി വേജസിന് ആളെ വരുത്തുവന്ന് പണ്ടൊരു 5-8 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ പാസ്റ്റർക്ക് തലയ്ക്ക് ചൂടാന്ന്. കോവിഡ് കാലത്ത് അച്ചായൻ്റെ അമ്മമ്മയുടെ ഡെഡ് ബോഡി അടക്കാൻ
6 ചെറുപ്പക്കാർ, സന്തോഷമില്ലല്ലോ. കോഴിക്കോട് ജനറൽ ആശുപത്രിയിൽ നിന്ന് ചൊവ്വായി പോകുന്നുള്ള ഷൂട്ടും കോട്ടും ഇട്ട് വന്നെന്ന്, ഡെയിലി വേജസ്. ശവ അടക്കം ആള് വരുമെന്ന് നടന്നില്ലയോ കേരളത്തിൽ? കാനഡക്കാരൊക്കെ ബന്ധുക്കാരുണ്ട് കര ഉയർത്തണ്ട. കോവിഡിന്റെ വകഭേദം കാനഡയിൽ, മനസ്സിലാകുന്നവർക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചോണം. ചെസ്റ്റ് വൈറസ് കാനഡയിൽ ആശുപത്രി മൊത്തം ഫുള്ള്. ഇന്നലെ രാത്രി ഞാൻ പഠിപ്പിച്ച മെക്കാനിക്കൽ എഞ്ചിനീയർ കാനഡ ടൊറന്റോയിൽ, ഞാൻ അവിടെ പോയിട്ടില്ല. രാത്രി സണ്ണിച്ചാൻ്റെ വീട്ടിൽ ഇരുന്നപ്പോൾ അവ എന്നെ വിളിച്ചിട്ട്, അങ്കിളെ മൊബൈലിൽ മുഴുവൻ അലർട്ട്, ചെസ്റ്റ് വൈറസ് 3 എണ്ണം മരിച്ചെന്ന്. മനസ്സിലാകുന്നവർക്കായി മാസ്കും വെച്ചോളാൻ. നിലമ്പൂരിലെ മാസ്ക് ശോശാമാമ കളഞ്ഞു, ചിന്നമാമ സാനിറ്റൈസർ എടുത്ത് റബ്ബർ മറവിനോടും കത്തിച്ചു. മനസ്സിലാക്കുന്നവർക്കായി ഇതൊക്കെ അന്ത്യകാല സംഭവം. ഇന്ന് രാത്രി കാനഡക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, യോഗം കഴിയുമ്പോൾ വിളിച്ചു വരും. സജു ചാത്തന്നൂർ പറഞ്ഞു കാനഡയിൽ ആശുപത്രിയെല്ലാം ഫുള്ളായി ചെസ്റ്റ് വൈറസ് കോവിഡിന്റെ മറ്റൊരു വകഭേദം കാനഡ, 3 പേർ മരിച്ചു. അന്ത്യകാലമാ. യൂദ പറഞ്ഞില്ലേ പാസ്റ്റർമാരെ, വീഴാതിരിപ്പാൻ. കര ഉയരുന്നില്ലല്ലോ ജയ സ്വോത്രം. ഇതെല്ലാം ഇവിടെ നടക്കും. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ അവസ്ഥ എന്താകും? ശവമടക്കാൻ. ഇന്ന് ഗാസയിലെ ശവമടക്ക്, അത് കഴിഞ്ഞിട്ട് ഇറാന്റെ യുദ്ധം, റഷ്യയിലെ ശവമടക്ക്, ഉക്രൈൻ കാണണം. മനോരമ ചാനൽ, മീഡിയ വൺ, നിഷാദ്, ഏഷ്യാനെറ്റ്, അളകനന്ദ, 24 ചാനൽ, PP ജെയിംസ്, അവരെല്ലാം എനിക്ക് നേരിട്ടറിയാവുന്ന സ്വോത്രം. അവരെല്ലാം ശവമടക്കം അടിച്ചാൽ മതി, കാണാം. വഴിയരികെ ശവം കിടപ്പുണ്ടെന്ന് സ്വോത്രം. ഗാസ കഴിഞ്ഞിട്ട് ശവത്തെ ആരടക്കും? വായിച്ചാട്ട്, അടുത്ത വാക്ക് വായിച്ചാട്ട്. 7 മാസം കഴിഞ്ഞ ശേഷം പരിശോധന കഴിക്കും. അടുത്തത്, ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. ഈ ആറ്റം ബോംബ് പൊട്ടിയാൽ അവന്റെ എലുമ്പ്, തമിഴ് പറഞ്ഞ അവന്റെ എലുമ്പ് ആരും തൊടത്തില്ലെന്ന്. അതാ ഞാൻ ഹിരോഷിമ നാഗസാക്കി പറഞ്ഞ്, വീണവന്റെ ശരീരത്തിൽ തൊട്ടപ്പോ റേഡിയേഷൻ ഉണ്ടായി പാസ്റ്റർ. മനസ്സിലാകുന്നവർക്കായി ഒരു ശരീരം കിടന്ന് ആരും തൊടത്തില്ല. അടുത്തവിടെ കേട്ടോട്ടെ അമ്മ. അടുത്തത്, സഞ്ചരിക്കുന്നവർ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്തി കണ്ടാൽ. അച്ചായന്റെ സൂട്ടും കോട്ടും കാണത്തില്ല. കോവിഡ് കാലത്ത് ചൈനയെ കടന്ന് അമേരിക്കയെ കടന്ന് കുഴി കൊണ്ട് തള്ളി. കര ഉയരുന്നില്ലല്ലോ സ്വോത്രം. ഷൂട്ടും കോട്ടും ഒക്കെ നിൽക്കുന്നത്. അതുകൊണ്ടാ ബൈബിള് പറയുന്നത്, മനുഷ്യ നീ നിന്റെ ശരീരത്തിൽ പ്രശംസിക്കുന്നത് എന്ത്? നിന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് ഇതെല്ലാം വെള്ളത്തിലെ നീർക്കുമിള പോലെ തീർന്നു പോകും. ക്ലിയർ. നീ നക്കര നാട്ടിൽ കയറാൻ രക്ഷയുടെ ടിക്കറ്റ് മേടിച്ചോണം. അടുത്ത വാക്കൂടെ വായിരും മോളെ. അതിനരികെ ഒരു അടയാളം വെക്കും. അതിനരികെ ഒരു അടയാളം വെക്കും. ആരും തുടത്തില്ല. വണ്ടി കേടായാൽ 2 പുല്ലും പൂവും വെക്കും. പാൻഡിലോറി കേടായി നിലമ്പൂരി കിടക്കുന്ന പോലെ ഒഴിഞ്ഞു മാറിക്കോളാം. അടുത്ത വാക്ക്. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. പോത്തുകല്ലിലെ പുഴയെ കൊണ്ടുപോയി അടക്കം ചെയ്യുമെന്ന്. ബാക്കി ഇവിടെ കേട്ടാട്ട്. CSI സെമിത്തേരി കേട്ടത്തിലെ പെന്തിക്കോസിന്റെ സെല്ലിലും. ഞാൻ വരുന്നത് കൊല്ലം ജില്ല ചാത്തന്നൂരിന്നാ. അവിടെയാ പിന്നെ എന്താ ഇവിടെ പുറ്റിങ്ങൽ, നല്ല ദുരന്തം. പൊട്ടാസ്യം നൈട്രേറ്റാ പൊട്ടിയത്. 136 പേരാ ചിതറിയത്. ശരീരഭാഗങ്ങൾ പരവൂര് കൊണ്ട് കുത്തി. നമ്മുടെ വേലുപ്പിള്ള പ്രഭാകരൻ മരിച്ചത് പട്ടിക്കോലവ ക്ലസ്റ്റർ ബോംബാ. 6 മാസം അവന്റെ ശരീരം കിടന്ന് BBC കാണിച്ചു. പൊക്ലൈനർ ഫോർക്ലിഫ്റ്റ് കൊണ്ടുവന്ന ജാബിനെല്ലാം കടലിടുക്കി കൊണ്ടുവന്ന് റേഡിയേഷനേക്കാതെ അളക്കിയത്. കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, ആറ്റം ബോംബ്, ഈ കെമിക്കൽ വെപ്പൺ പൊട്ടിയാൽ നിങ്ങളുടെ ശരീരം ആരും അടക്കത്തില്ല. റേഡിയേഷനേക്കാതെ കോഴിക്കോടോ ചാലിയാർ പുഴയിലോ പോത്തുകല്ലിലോ കൊണ്ടുപോയി വെള്ളത്തിനകത്ത് കുത്തിത്താക്കും. ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ പ്രസംഗം. ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ ഇടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, പാസ്റ്റ് വരത്തില്ല, മെത്രാൻ വരത്തില്ല, പരിപ്പുവട കിട്ടത്തില്ല, ചായ കിട്ടത്തില്ല. ഇന്ന് രാത്രി RIP കിട്ടത്തില്ല. വഴിയരികിൽ വീടുന്നവന്റെ ഡെഡ് ബോഡി എവിടെങ്കിലും കൊണ്ടുപോയി കുത്തിത്താക്കുന്ന ഒരു കാലം വരാറായി. ഇന്ന് രാത്രി വീട്ടിൽ കുത്തുന്നു. രക്ഷാ ദിവസം. പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തേണ്ട. ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച്, യേശു എന്റെ ഏക രക്ഷകൻ, യേശു എന്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റുപറയുമെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ എന്റെ കാന്തൻ മടങ്ങി വരാറായി.